നമസ്കാരം. പൊതുവേദിയിലേക്ക് സ്വാഗതം. രാഹുൽ ഗാന്ധിയുടെ ചിത്രത്തോടൊപ്പം ചേർത്ത് വയ്ക്കുകയാണ് പാകിസ്ഥാൻ പട്ടാള മേധാവിയുടെ ചിത്രം കൂടി. രണ്ടുപേർക്കും ഒരേ ശബ്ദമാണ് എന്ന് പറയുകയാണ് BJP. വലിയ ആരോപണമാണ് രാഹുൽ ഗാന്ധിക്കെതിരെ BJP ഉന്നയിക്കുന്നത്. ഈ ഘട്ടത്തിൽ രാഹുൽ ഗാന്ധിയുടെ ദേശസ്നേഹം പോലും ചോദ്യം ചെയ്യപ്പെടുന്നുണ്ടോ എന്ന ചോദ്യം ഉയരുകയാണ്. ഈ അധിക്ഷേപം അതിര് കടക്കുന്നുണ്ടോ അതോ രാഹുൽ ഗാന്ധി അർഹിക്കുന്നതാണോ എന്നാണ് ന്യൂസ് 18 പൊതുവേദി ഇന്ന് ചർച്ച ചെയ്യുന്നത്. എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം. നമ്മുടെ ആദ്യ കോളർ കാസർഗോഡ് നിന്ന് സന്തോഷാണ്. സന്തോഷ്, കേൾക്കാമോ? ദിവാകരൻ കൂടി എന്നോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ദിവാകരൻ, ഈ രാഹുൽ ഗാന്ധിയെയും അസിഫ് മുനീറിനെയും ചേർത്ത് വെച്ചുകൊണ്ടുള്ള ഈ ചിത്രം എന്ത് സന്ദേശമാണ് നൽകുന്നത്? അത് അധിക്ഷേപത്തിന്റെ സന്ദേശമാണോ അതോ രാഹുൽ അത് അർഹിക്കുന്നു എന്നാണോ പറയുന്നത്? ഏറ്റവും തെറ്റ് അധിക്ഷേപത്തിന്റെ. അതായത് കോൺഗ്രസിന് പിന്നെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി അവരെല്ലാം അത്രയും ദുഃഖം അനുഭവിച്ചിട്ടാ മരണപ്പെട്ട അതിദാരുണമായിട്ടില്ല. അതിലുള്ള മക്കൾ ഐശ്വര്യായിട്ടില്ല പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ലോകം രാഷ്ട്രങ്ങൾ ഉറ്റുനോക്കുന്ന അത്രയും രാജ്ഞിന്റെ ആ പവറുള്ളത് പ്രിയങ്ക ഗാന്ധിയും ഇവർ രണ്ടുപേരും. ഇവരാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടിയിട്ട് അത്രയും ശ്രമിച്ച് അവരെ ഒന്നും അധിക്ഷേപിക്കുക ഒരു കാലത്തും പാടില്ല, ദൈവം പൊറുക്കൂല. അതായത് ഇന്ത്യന്റെ സ്വത്തുക്കളാത് മണിമുത്തുകളായി ഇവർ രണ്ടുള്ളൂ. ലോകരാഷ്ട്രങ്ങൾ കാണുന്നത് ആ ഐശ്വര്യമുള്ള ആ തിളങ്ങുന്ന പ്രിയങ്ക ഗാന്ധിയും ഈ രാഹുൽ ഗാന്ധിയും. ഓക്കെ, താങ്ക് യു. ഞാൻ ഏതായാലും താങ്കളുടെ പ്രതികരണം കൃത്യമാണ്. കൂടുതൽ പേർ നമുക്കിപ്പോൾ യൂട്യൂബിൽ ചേർന്നിട്ടുണ്ട്. ചിലരിന്ന് നമ്മുടെ പരിപാടി വൈകിയത് എന്ത് എന്ന ചോദ്യമൊക്കെ ഉയർത്തുന്നുണ്ട്. നമുക്കറിയാം, സ്വാഭാവികമായി ഇന്ന് കേരളത്തെ വൈകാരികമായി പിടിച്ചുലച്ച ഒരു സംഭവം ആണ് ഈ കുഞ്ഞ് കല്യാണിയുടെ മരണവും അല്ലെങ്കിൽ കൊലപാതകവും അതുമായി അവരുടെ സംസ്കാര ചടങ്ങുകളും ഒക്കെ കേരളം വളരെ വൈകാരികമായി കണ്ടതാണ്. അതുകൊണ്ടാണ് ഒരല്പം പൊതുവേദി വൈകേണ്ടി വന്നത്. ഏതായാലും നമ്മൾ ഇപ്പോൾ എന്നോടൊപ്പം ഷിജു ചേർന്നിട്ടുണ്ട്, മോഹൻ ES എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. അദ്ദേഹം പക്ഷേ രാഹുൽ ഗാന്ധിയുടെ ചോദ്യങ്ങൾ വിലമതിക്കില്ല എന്ന നിലപാടാണ്. ശശി ബാലകൃഷ്ണൻ എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. The question is wrong, the questions are in wrong time and unfortunate എന്ന് പറയുന്നു. അപ്പോൾ പൊതുവേദി ഇല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് നമ്മുടെ സിംഗപ്പൂരിൽ നിന്ന് കാറ്റ്കിറ്റ്. അപ്പോൾ നമ്മുടെ പൊതുവേദി തുടങ്ങാൻ വൈകിയതിൻ്റെ കാരണം ഞാൻ വ്യക്തമാക്കി. ഓക്കെ, അപ്പോൾ നമ്മുടെ അടുത്ത പ്രേക്ഷകൻ നമുക്കൊപ്പം ചേരുന്നത് പ്രവീൺ. ശ്രീ പ്രവീൺ പുന്നപ്ര, കേൾക്കാമോ? പുന്നപ്രയിൽ നിന്നാണ് വിളിക്കുന്നത് അല്ലേ? ഈ രാഹുൽ ഗാന്ധിക്കെതിരെ വന്ന വിമർശനത്തെ പ്രവീൺ പുന്നപ്ര എങ്ങനെയാണ് കാണുന്നത്? രാഹുൽ ഗാന്ധി കൃത്യമായിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയാണ് ചോദിക്കേണ്ട സമയത്ത് തന്നെയാണ് ചോദിച്ചേക്കുന്നത്. അതിനകത്ത് ആർക്കും അതിന് ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. അദ്ദേഹം കൃത്യമായിട്ടുള്ള ചോദ്യങ്ങൾ അതിന് മറുപടി കൊടുക്കുക എന്നുള്ളത് കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവാദിത്തം. അവരുടെ ഒരു BJPയുടെ ഒരു ന്യായീകരണം ഈ പട്ടാള മേധാവി പറയുകയാണ്, ഇപ്പോഴിങ്ങനത്തെ ചോദ്യം ചോദിക്കരുത്, എത്ര റഫേൽ വിമാനങ്ങൾ തകർന്നു തുടങ്ങിയുള്ള ചോദ്യങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ പാളിച്ചകൾ പറ്റിയെന്ന് ചോദ്യം ചോദിക്കേണ്ട സമയമില്ല, അത് നമ്മുടെ എതിരാളികൾക്ക് ശക്തി പകരും എന്ന് പട്ടാളത്തിൻ്റെ ഭാഗത്ത് നിന്ന് എയർ മാർഷൽ പറയുകയാണ്. അപ്പോൾ പിന്നെയും ആ ചോദ്യം ഒരു അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ടോ? അല്ലല്ല, അത് നമുക്ക് രാജ്യത്തിന് അറിയണമല്ലോ. നമുക്ക് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ, നമ്മൾ എത്രത്തോളം സുരക്ഷിതരാണ് എന്നുള്ളതൊക്കെ നമുക്കറിയണം. അപ്പൊ കൃത്യമായിട്ടുള്ള ചോദ്യം തന്നെയാണ് രാഹുൽ ഗാന്ധി ചോദിച്ചിരിക്കുന്നത്. അതിനുള്ള മറുപടി അവർക്ക് കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടാവും എന്നാണ് വിശ്വസിക്കുന്നത്. ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. രഘുനന്ദനൻ തിരുമുല്ലവാരം എന്നോടൊപ്പം ചോദിക്കുന്നു, ഇങ്ങനെയുള്ള ആ ഒരു അവസരത്തിൽ ആരോപണങ്ങൾ പ്രത്യാരോപണം നടത്തുന്ന ആരുടെയും ഭാഗത്തു നിന്നായാലും അത് തെറ്റായ സന്ദേശം നൽകും എന്ന് എന്നോട് പറയുന്നു. സുനിമോൾ പറയുന്നു, അധിക്ഷേപത്തിന്റെ സന്ദേശം വിമർശിക്കുമ്പോൾ മാന്യമായി വിമർശിക്കണം, രാഹുൽ ഗാന്ധി രാജ്യദ്രോഹി അല്ല എന്ന് സുനിമോൾ പറയുന്നു. ഓക്കെ, അരുന്ധതി എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. ഹായ് മനു, നമസ്കാരം എന്നൊക്കെ പറയുന്നുണ്ട്. ഹായ് അരുന്ധതിക്കും എൻ്റെ ആശംസകൾ അറിയിക്കുകയാണ്. അപ്പം നമ്മുടെ അടുത്ത പ്രേക്ഷകൻ നമുക്കൊപ്പം ചേരുന്നത് കണ്ണൻ ആലപ്പുഴയിൽ നിന്നാണ് വിളിക്കുന്നത്. കണ്ണൻ, കുറേ ദിവസമായല്ലോ പൊതുവേദിയിലേക്ക് വിളിച്ചിട്ട്. കണ്ണൻ തിരക്കിലായിരുന്നോ? എന്തോ പറ്റി, എനിക്ക് തോന്നുന്നു ഫോണിൽ എന്തോ തകരാറ് പറ്റി. ഓക്കെ, ശ്രീമതി ജയ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീമതി ജയ, രാഹുൽ ഗാന്ധിയെ ഇങ്ങനെ വിമർശിക്കുമ്പോൾ അതിനെ എങ്ങനെയാണ് പൊതുസമൂഹം എടുക്കുന്നത്, പ്രത്യേകിച്ച് സ്ത്രീകൾ? നമസ്കാരം.
മനു അത് ഭയങ്കര മോശമായി പോയി കേട്ടോ. ഇത് അങ്ങനെ അദ്ദേഹം ഇന്ത്യക്ക് എതിരായിട്ടൊന്നും നിൽക്കുന്ന ഒരാളൊന്നുമല്ല. എന്തെങ്കിലും ഒരു ചോദ്യം ചോദിച്ചാല് അതിന് ആൻസർ കൊടുക്കാൻ വയ്യാത്തതിന് ഇങ്ങനെയൊക്കെ തോന്നിവാസങ്ങളാണോ കാണിക്കേണ്ടുന്നത്? അത് BJP-ക്കാർ അത് അങ്ങനെ കാണിച്ചെന്ന് വിചാരിച്ച് അവർക്ക് ഭയങ്കര ഹൈപ്പ് കിട്ടുമെന്നാണ് അവരുടെ വിചാരം. പക്ഷെ ആളുകളുടെ മുമ്പിൽ അവർ വഷളാവുകയാണ്. ഇന്ദിരാഗാന്ധിയുടെയും രാജീവ് ഗാന്ധിയുടെയും ആ ചരിത്രങ്ങളൊന്നും ആർക്കും മറക്കാൻ പറ്റുന്നതല്ല. അവരെങ്ങനെ മരിച്ചു എന്നുള്ളതൊക്കെ ഇപ്പോഴും നല്ല രീതിയിൽ നമ്മളെ മനുഷ്യരുടെ മനസ്സിലുള്ളതാ. അന്നേരം ഈ രാഹുലിന്റെ ഈ ചിത്രം പാക് സൈനിക മേധാവിയുടെ പകുതി ചിത്രം എടുത്ത് വെച്ച ആ മനുഷ്യൻ ഐക്യയുടെ അയാള് വളരെ വഷളാണ്. അയാൾക്ക് മാന്യമായിട്ട് ഒരു മാന്യതയില്ല. ഓക്കെ, വ്യക്തമാണ്. ശ്രീമതി ജയയുടെ അഭിപ്രായം കൃത്യവുമാണ്. ഏതായാലും രാഹുൽ ഗാന്ധി പാകിസ്ഥാൻ്റെ ഭാഷയിൽ സംസാരിക്കുന്നു എന്നാണ് BJP-യുടെ പ്രധാന ആരോപണം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് രാജ്യത്തെ പിന്തുണയ്ക്കുന്ന കാര്യത്തിൽ വേണ്ടത്ര ഗൗരവമുണ്ടോ എന്ന ചോദ്യം അവർ ഉയർത്തുകയാണ്. ഓപ്പറേഷൻ സിന്ദൂറിന് കീഴിലുള്ള സൈനിക നടപടിയെക്കുറിച്ച് പാകിസ്ഥാനെ അറിയിച്ചതിന് ശേഷമാണോ ഇന്ത്യ ആക്രമണം നടത്തിയത് എന്നുള്ള തരത്തിലുള്ള ചോദ്യങ്ങൾ ആണ് ചോദിക്കുന്നത് രാഹുൽ ഗാന്ധി എന്ന് BJP ആരോപിക്കുന്നു. അത് ഓപ്പറേഷൻ സിന്ദൂറിൽ നമുക്ക് എത്ര യുദ്ധവിമാനങ്ങൾ നഷ്ടപ്പെട്ടു എന്ന് ചോദിക്കുന്നു. അതിന് മൗനം പാലിക്കുന്ന നമ്മുടെ വിദേശകാര്യമന്ത്രിയെ വിമർശിക്കുന്നു തുടങ്ങിയ കാര്യങ്ങൾ. അപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഇത് മണ്ടത്തരം എന്ന് പറഞ്ഞാണ് കോൺഗ്രസ് അതിനെ പരിഹസിക്കുന്നത്. അത് വളരെ ദുഷ്ടലാക്കോടുകൂടിയുള്ളതാണ് എന്നും എന്നും BJP പരിഹസിക്കുന്നു. അതോടൊപ്പം തന്നെ പാകിസ്ഥാൻ്റെ ഭാഷയിലാണ് രാഹുൽ ഗാന്ധി സംസാരിക്കുന്നത് എന്ന ആരോപണം കൂടുതൽ കടുപ്പിക്കുന്നു. വസ്തുതകൾ വളച്ചൊടിക്കുകയാണ്. അത് നിർത്തണം എന്ന് BJP-യുടെ IT മേധാവി അമിത് മാളവ്യ പറയുന്നു. എന്നാൽ കടുത്ത നടപടി ഉണ്ടാകും എന്ന മുന്നറിയിപ്പ് പലപ്പോഴും രാഹുൽ ഗാന്ധിക്ക് നൽകിയിരുന്നുവെന്നും അത് നിരസിക്കുകയാണ് രാഹുൽ ഗാന്ധി ചെയ്യുന്നത് എന്ന IT വിഭാഗത്തിൻ്റെ മേധാവി BJP-യുടെ IT സെൽ മേധാവി പറയുകയാണ്. അപ്പോൾ ഓപ്പറേഷൻ സിന്ദൂരിലെ ഇന്ത്യ പാകിസ്ഥാന് നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്ന് വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു എന്ന തരത്തിൽ വാർത്തകൾ വളച്ചൊടിക്കുന്നു എന്നൊക്കെയാണ് ആക്ഷേപം. മുഹമ്മദ് മഞ്ചേരി നമുക്കൊപ്പം ചേരുന്നു. ശ്രീ മുഹമ്മദ് മഞ്ചേരി, രാഹുൽ ഗാന്ധിയുടെ ഈ പ്രതികരണത്തെ എങ്ങനെയാണ് ശ്രീ മുഹമ്മദ് മഞ്ചേരി നോക്കിക്കാണുന്നത്? നമസ്കാരമാണ് സാറേ. നമസ്കാരം. അത് രാഹുൽ ഗാന്ധി അങ്ങനെയാണെന്നുള്ളപ്പോ കോൺഗ്രസ്സുകാരൻ എന്തൊക്കെയാ പറഞ്ഞല്ലോ. ഒരാളല്ലേ എന്നിട്ട് അങ്ങനെ പറയാന്നൊക്കെ പറഞ്ഞാൽ അത് മോശമല്ലേ? സംഗതി സത്യാവസ്ഥ ശരിയാണല്ലോ എന്നുള്ളത് നോക്കേണ്ടത് എല്ലാരെയും ആവശ്യമല്ലേ? പിന്നെ ഇപ്പൊ ഈ മാളവിയാറിന് മറ്റൊരാളുമാണ്. അപ്പൊ അയാള് മുണ്ടിയില്ല, അയാള് പറഞ്ഞില്ല, ഇരുന്നില്ല എന്നുള്ളതൊക്കെ പറഞ്ഞ ഒരു പാകിസ്ഥാനോട് അനുഭാവമുള്ള മാതിരിയാണ് ഇവരെ പറച്ചില്. അതൊന്നും ഇപ്പോ പ്രധാനപ്പെട്ട ഒരു കോൺഗ്രസ്സുകാരൊന്നും ഇപ്പൊ അതും നമ്മളെ പണ്ഡിറ്റ് ജവഹർലാൽ മക്കളാണ് ഇതൊക്കെ, മക്കളൊക്കെ. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. എന്നോടൊപ്പം ഇന്ന് നിറയെ പ്രേക്ഷകരുള്ളതുകൊണ്ടാണ് ശ്രീ തിലകൻ എന്നോടൊപ്പം ചേരുന്നു. തിലകൻ നമ്മുടെ പൊതുവേദിയുടെ പ്രിയപ്പെട്ടൊരു പ്രേക്ഷകനാണ്. പക്ഷെ കുറേ ദിവസമായി പൊതുവേദിയിലേക്ക് വിളിച്ചിട്ട്. എന്ത് പറ്റി ശ്രീ തിലകൻ? സാറേ നമസ്കാരം. നമസ്കാരം സാറേ, ഇന്ന് നമ്മുടെ കല്യാണിക്കുട്ടിക്ക് വേണ്ടി ഒരു ആദരാഞ്ജലി, എന്റെ ഹൃദയത്തിന്റെ അഞ്ജലി ഞാൻ അർപ്പിക്കുകയാണ് കല്യാണിക്കുട്ടിക്ക് വേണ്ടി. അപ്പോൾ തന്നെ ഞാൻ പറയണത് സാറേ, ഇപ്പൊ രാഹുൽ ഗാന്ധി പറഞ്ഞത് ഏത് സാഹചര്യത്തിലാണെന്ന് എനിക്കറിയില്ല. സത്യത്തിൽ ഒരു കാര്യം ഉറപ്പാണ്, രാഹുൽ ഗാന്ധിയുടെ പരമ്പര തീർച്ചയായിട്ടും ഇന്ത്യയുടെ ജീവനാഡിയാണ്. ഇന്ത്യയുടെ ആത്മാഭിമാന ബോധത്തിന്റെ ഉയർന്നു നിൽക്കുന്ന ഒരു ശ്രേഷ്ഠതയാണ് അവർക്കുള്ളത്. അപ്പൊ തന്നെ ഞാൻ വേറൊരു കാര്യം കൂടി പറഞ്ഞ, ഈ മറ്റേ സോഫിയ ഖുറേഷി എന്ന് പറഞ്ഞ ഒരു മഹത്തായ വനിത, നമ്മുടെ ഇന്ത്യൻ വനിത, ആ ഇന്ത്യൻ വനിതയെ പോലും അവഹേളിച്ച രാഷ്ട്രീയക്കാരാണല്ലോ BJP-ക്കാർ. അത് നമ്മുടെ കയ്യിലുണ്ടല്ലോ സാറേ, അല്ലേ? ഹലോ, ഫോണിലെന്തോ തകരാറ് പറ്റിയോ? ഹലോ, കേൾക്കാം, പറയൂ. അതെ സാറേ. അപ്പൊ ആ സാഹചര്യത്തിൽ ഈ പാകിസ്ഥാൻ അനുകൂലമായിട്ട് നിൽക്കുക എന്താണ് അങ്ങനെ പറഞ്ഞതിനെ കുറിച്ച് എനിക്കറിയില്ല. ഒരു കാര്യം ഉറപ്പാണ്, പാകിസ്ഥാനെ തീർച്ചയായിട്ടും അവരുടെ യുദ്ധവെറിയെ, അവരുടെ തീവ്രവാദത്തെ ഇല്ലാതാക്കി മുന്നേറേണ്ടത് ഒരു അനിവാര്യതയാണ്. അത് മുന്നേറിക്കൊണ്ടിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. വ്യക്തമാണ്, താങ്കളുടെ അഭിപ്രായം കൃത്യമാണ്. ഇതിൽ ഈ കോൺഗ്രസും കൃത്യമായി ഇതിന് മറുപടിയൊക്കെ നൽകിയിട്ടുണ്ട്. കോൺഗ്രസ് പറയുന്നത് ഈ രാഹുൽ ഗാന്ധിക്കെതിരെ വന്ന BJP-യുടെ ഒരു ആരോപണം, അവർ അവിടുത്തെ പരമോന്നത പാകിസ്ഥാൻ്റെ സിവിലിയൻ ബഹുമതി കൈക്കലാക്കാൻ അല്ലെങ്കിൽ അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ടോ രാഹുൽ ഗാന്ധി എന്ന ചോദ്യമാണ് BJP ഉന്നയിച്ചത്. അപ്പോൾ അങ്ങനെ പരമോന്നത സിവിലിയൻ ബഹുമതി നേടിയത് ആരാണ് എന്ന് കോൺഗ്രസ് ചോദിക്കുന്നു. കോൺഗ്രസ് അത് ഓർമ്മപ്പെടുത്തുന്നു, ആ മൊറാർജി ദേശായിയുടെ പേര് ഓർമ്മപ്പെടുത്തുന്നു. മാത്രമല്ല, ഇതിനുവേണ്ടി ഈ ബഹുമതിക്ക് വേണ്ടി മത്സരിക്കുന്നവരുടെ കൂട്ടത്തിൽ, അതിനുവേണ്ടി ആഗ്രഹിക്കുന്നവരുടെ കൂട്ടത്തിൽ അദ്വാനിയൊക്കെ ഉണ്ടാകും എന്നൊക്കെ തരത്തിലാണ് അവർ പ്രതികരിക്കുന്നത്. ഒപ്പം എന്തുകൊണ്ട്
ഈ നിഷാൻ, ഈ പാകിസ്ഥാൻ എന്ന ഈ പരമോന്നത ബഹുമതി എന്തുകൊണ്ടാണ് നൽകിയത് എന്ന ചോദ്യമുയർക്കുന്നു. ഇനി അത് നരേന്ദ്രമോദിയെ പേരെടുക്കാതെ വിമർശിക്കുന്നത് മറ്റൊരു തരത്തിലാണ്. ഈ ബഹുമതിക്ക് അർഹനായവരുടെ കൂട്ടത്തിലുള്ളത് അവിടെ പോയി ബിരിയാണി കഴിച്ച ഒരാളാണ്. നവാസ് ഷെറീഫിൻ്റെ വീട്ടിൽ ക്ഷണിക്കാതെ പോയി ബിരിയാണി കഴിച്ച ഒരാളുണ്ട്, അയാളും ഇതിൽ അർഹനാണ് എന്ന തരത്തിൽ കോൺഗ്രസ് അതിനെ രൂക്ഷമായി വിമർശിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായും തങ്ങൾ ഇങ്ങനെ പാകിസ്ഥാൻ്റെ പരമോന്നത ബഹുമതി അന്വേഷിച്ചു പോകുന്നവരല്ല, മറിച്ച് രാജ്യത്തിൻ്റെ ജനാധിപത്യം സംരക്ഷിക്കുന്നവരാണ് എന്ന ശക്തമായ ഒരു പ്രതികരണം കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നുമുണ്ട്. ഓക്കെ, യെസ്, കുഞ്ഞു മുഹമ്മദ് നമുക്കൊപ്പം ചേരുന്നത് കോഴിക്കോട് നിന്നാണ്. ശ്രീ കുഞ്ഞു മുഹമ്മദ്, കുഞ്ഞഹമ്മദ്, നമസ്കാരം സാർ. നമസ്കാരം. എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത് കല്യാണിക്കുട്ടിയുടെ അഗാധമായ കൊലപാതകത്തിൽ എന്നെ ഹൃദയവേദമായ അനുശോചനം രേഖപ്പെടുത്തുക. അതെ, നമ്മളെല്ലാവരും അത് ഒരുപോലെ വേദനിപ്പിച്ചു കേട്ടോ. അതെ, പിന്നെ എനിക്ക് പറയും വേറൊരു കാര്യം പറയുകയാണെങ്കിൽ നെഹ്റു ഇന്ദിരാഗാന്ധിയെ കൂടി ഉണ്ടാക്കി വെച്ചതാ ഇന്ത്യയുടെ സമ്പത്ത് മുഴുവൻ. BJP-കാരെ നെല്ലാണ് കാര്യം വന്നാൽ ഈ കനത്തം തീർത്തുണ്ടാക്കുന്ന ഭരണം വന്നില്ല. കൈക്കോല് വാങ്ങാനും മോന്താനും 28 വളയുന്നാണ് ശാസ്ത്രം പറയുന്നത്. മധ്യപ്രദേശിലെ ഒരു മന്ത്രി സോഫിയ ഖുറൈശിക്കെതിരെ അധിക്ഷേപം നടത്തിയൊരു നടപടി BJP സ്വീകരിച്ചിട്ടില്ല. നടപടി സ്വീകരിക്കാതിരിക്കാൻ പറ്റില്ല. അത് സുപ്രീം കോടതി പ്രത്യേക ഉത്തരവ് കൊടുത്തിട്ടുണ്ട്. അതിൽ 3 അംഗ സമിതിയെ വെക്കണമെന്നും അതിലൊരു വനിതാ ഉദ്യോഗസ്ഥ ഉണ്ടാകണമെന്നും പ്രത്യേക അന്വേഷണ സമിതി അംഗീകരിക്കണമെന്നും. മന്ത്രി സ്ഥാനത്ത് തുടരാൻ അവകാശമുണ്ടോ ഈ മന്ത്രിക്ക്? അതായിരിക്കും വഴിയാനുള്ളത്. കേരളത്തിൽ ആ സ്ഥിതി ഉണ്ടായിക്കൂടെ BJP-ക്ക്? ആ സ്ഥിതി നമ്മൾ ചിന്തിക്കേണ്ട കാര്യമല്ലോ. ഒരു ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട ഒരു വനിതയാ ഇന്ത്യന്റെ ഈ പരമോന്നത സ്ഥാനത്ത് ഇരിക്കുന്നത് കൊണ്ടാണ് ഇവരിങ്ങനെ പറയുന്നത്. അത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. സോഫിയ ഖുറൈശി തന്നെ വനിത, ധീര വനിത അല്ലേ ഉള്ളു, എല്ലാവരും ബഹുമാനിക്കുന്നത്. എന്തായി BJP-ക്കാരെ കണ്ട കാഴ്ച? ഇവര് 400 വർഷം ഇന്ത്യ ഭരിക്കുന്ന വിചാരമുണ്ട് അവർക്ക്. ഓക്കെ, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. നമുക്ക് അടുത്ത പ്രേക്ഷകനിലേക്ക് പോകേണ്ടതുണ്ട്. ചന്ദ്രൻ നായർ നമ്മുടെ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. അതിനു മുൻപ് ഗ്ലാഡിയേറ്റർ എന്നോട് പറയുന്നത് ഇറ്റാലിയൻ വംശജനാണ് രാഹുൽ ഗാന്ധി എന്നാണ്. അങ്ങനെ നമ്മൾ ഒരാളെ കണക്കാക്കേണ്ടതില്ല. അത് വലിയൊരു, അദ്ദേഹം ഈ നാടിന് വലിയ സംഭാവനകൾ നൽകിയവരുടെ കുടുംബത്തിൽപ്പെട്ട ആളാണ്. നമ്മൾ അങ്ങനെ ഒരാളെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നത് ശരിയല്ല. അത് സിറാജ് എന്നൊരു യുവാവ് വളരെ രസകരമായൊരു കണ്ടുപിടുത്തം നടത്തിയിട്ടുണ്ട് കേട്ടോ. ന്യൂസ് 18 BJP-യുടെ കാശ് വാങ്ങി അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ചാനലാണ്. ഈ മറ്റെന്ത് വേണമെങ്കിലും പറയുമ്പോഴും നമുക്ക് ഇത് രസം ഉണ്ടാവും. പക്ഷേ ഈ കാശിന് വേണ്ടി ഇത് ന്യൂസ് 18 ചെയ്തു എന്ന് പറയുമ്പോൾ അത് ഭയങ്കര രസമാണ്. ഞാൻ അതിനെക്കുറിച്ച് അങ്ങനെ പറയുന്നില്ല. പക്ഷേ അതിൻ്റെ ഒരു ആവശ്യം തൽക്കാലം ന്യൂസ് 18 ഇല്ല. അത് ആരുടെ കയ്യിൽ നിന്നും അങ്ങനെ പണം വാങ്ങേണ്ട ഒരു ആവശ്യം, ആ ഒരു സാഹചര്യം, അത് ആരാണ് ന്യൂസ് 18 എന്ന് മനസ്സിലാകുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. ഞാൻ അതേക്കുറിച്ച് അധികം പറയുന്നില്ല, അതൊരു ഗർവാണമായി പോകും. ഓക്കെ, ശരി. ഓക്കെ, സുനിമോൾ, ഇത് അത്യന്തം പ്രകോപനപരമാണ്. അപ്പോൾ സിറാജ് ഇതുപോലത്തെ മണ്ടത്തരങ്ങൾ എഴുന്നള്ളിക്കുമ്പോൾ ഇത് ലോകത്തിൻ്റെ നാനാഭാഗത്തിരുന്ന ആളുകൾ കാണുന്നതാണെന്നും ഈ ന്യൂസ് 18 എങ്ങനെ, ആരാണ്, എന്താണ് എന്നതിനെ സംബന്ധിച്ച് ഈ നാടിനറിയാമെന്നും കൂടി സിറാജ് മനസ്സിലാക്കിയാൽ വളരെ സന്തോഷം. അപ്പോൾ സിറാജിനെ ചീത്ത വിളിച്ചപ്പോൾ ആളുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, വേണ്ട, അങ്ങനെ വ്യക്തിപരമായ ഒരു അധിക്ഷേപത്തിലേക്ക് ഞാൻ പോകുന്നില്ല. നമ്മുടെ അടുത്ത പ്രേക്ഷകൻ ചന്ദ്രൻ നായർ. ക്ഷമിക്കണം, ഞാൻ ഈ സിറാജ് എന്ന ഒരു ചെറുപ്പക്കാരൻ്റെ പോസ്റ്റ് കണ്ടപ്പോൾ ഒന്ന് ചെറുതായി അത് ഞങ്ങൾ പണം ഇല്ലാത്തവരാണെന്ന തരത്തിൽ പറഞ്ഞപ്പോൾ, ന്യൂസ് 18 പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തെ അത് അന്വേഷിക്കാൻ ന്യൂസ് ഒരു അഖിലേന്ത്യാ ചാനലല്ലേ സാർ? അതെന്താന്ന് വെച്ചാൽ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? സാർ പറഞ്ഞോട്ടെ സാർ. പറയൂ. സാർ, ആ കുഞ്ഞിന്റെ കാര്യം ഓർത്തു, അതിലേക്ക് കൂടുതൽ കടക്കുന്നില്ല, അത് മറ്റൊരവസരത്തിലാകാം. സാർ, രാഹുൽ കുടുംബം നമ്മുടെ രാജ്യത്തിന് വേണ്ടി യാതനകൾ അനുഭവിച്ച ഒരു കുടുംബമാണ്. പക്ഷേ അദ്ദേഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാനുള്ള അവകാശമാണ് അദ്ദേഹം ചോദിച്ചത്. പക്ഷെ നിർഭാഗ്യവശാൽ ഒരല്പം വേഗത കൂടിപ്പോയോ അല്ലെങ്കിൽ കുറച്ച് നാളുകൂടെ കഴിഞ്ഞിട്ട് മതിയോ എന്നുള്ളൊരു സംശയമുള്ളൂ. അറിയാനുള്ള അവകാശം തന്നെയാണ് സാർ ഒരു ഇന്ത്യൻ പൗരൻ എന്നുള്ള രീതിയിൽ അദ്ദേഹം ചോദിച്ചത്. അതിൽ തെറ്റില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അനിയൻ കുട്ടൻ എന്നൊരു പ്രേക്ഷകൻ എന്നോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ അനിയൻ കുട്ടൻ. നമസ്കാരം. അനിയൻ കുട്ടൻ കുറേ ആയി പൊതുവേദിയിലേക്ക് വിളിച്ചിട്ടോ, അതോ ഞാനുള്ള ദിവസം വിളിക്കാത്തതാണോ? അല്ല, കഴിഞ്ഞ ദിവസമൊക്കെ വിളിക്കുന്നുണ്ട്. ഞാനുമായിട്ട് സംസാരിച്ചോ? അതാ ഞാൻ പറഞ്ഞു, എനിക്ക് എൻ്റെ ഒരു സവിശേഷത എനിക്ക് ഭയങ്കര ഓർമ്മശക്തിയാണ്, മറ്റു കാര്യങ്ങളിലല്ല, ഈ വ്യക്തിബന്ധങ്ങളിൽ. ശ്രീ അനിയൻ കുട്ടൻ എന്ത് തോന്നുന്നു? ഇത് എന്തിൻ്റെ ഒരു സൂചനയായാണ് അനിയൻ കുട്ടൻ എടുക്കുന്നത്? രാഹുൽ ഗാന്ധി വ്യക്തിപരമായി ആക്രമിക്കുകയാണോ, അതോ ഇത് സ്വാഭാവികമായ ഒരു രാഷ്ട്രീയമായ തർക്കമാണോ?
ഇത് സ്വാഭാവികമായിട്ടുള്ള തർക്കവും രാഷ്ട്രീയ ഇതിലുള്ള തർക്കവും ഇതിനെയൊക്കെ മറച്ചു വയ്ക്കാൻ വേണ്ടി BJP കാരന്മാര് ഇങ്ങനെ കിടന്ന് ഇമാര് ഈ വർഗീയത പറഞ്ഞ രാഹുൽ ഗാന്ധിയും കോൺഗ്രസിനെയൊക്കെ ഇല്ലാതാവുക. ഈ BJP ആരാണുള്ള മിടുക്കന്മാരുള്ളത്? ഇപ്പം വിദേശത്ത് തന്നെ പോകാൻ വേണ്ടി കോൺഗ്രസ്സുകാരെ അവരുടെ ഘടകകക്ഷികളുടെ നേതാക്കളെ എല്ലാം പുറയിൽ കയറി നടക്കുമല്ലേ? അതിനകത്താരുണ്ട് വിദേശത്ത് പോയി ഒരു അഭിപ്രായം പറയാനും ഇന്ത്യയുടെ കാര്യം പറയാനും നമ്മുടെ കാര്യം നേടിയെടുക്കാനും? അതിൽ നമ്മൾ കോൺഗ്രസ് BJP എന്നൊക്കെ നോക്കണോ? ശശി തരൂർ അദ്ദേഹം ഒരു വിശ്വപൗരനാണ്, നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത്. ജോൺ ബ്രിട്ടാസ് അദ്ദേഹം ഒരു JNU സ്കോളറാണ്, ദീർഘകാലം മാധ്യമ പ്രവർത്തന രംഗത്തുണ്ടായിരുന്ന ആളാണ്, കാര്യങ്ങൾ ജിയോ പൊളിറ്റിക്സിനെ പറ്റി നന്നായി അറിയാവുന്ന ആളാണ്, ഭാഷാ വഴക്കമുള്ള ആളാണ്. അങ്ങനെ ഒരാൾ പോകുന്നു, അങ്ങനെ രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട ആളുകൾ പോകുന്നു എന്നല്ലേ അതിനെ നമ്മൾ നോക്കി കാണേണ്ടത്. കോൺഗ്രസ് BJP ഈ ഇന്ത്യയിൽ കിടന്നുകൊണ്ട് ഈ രാജ്യത്ത് കിടന്നുകൊണ്ട് വർഗീയതയും പറഞ്ഞ കുന്തവും കുടച്ചക്രവും പറഞ്ഞ് നടക്കുന്ന വിദേശത്ത് പോയാൽ ഇവനെയൊക്കെ ആരെങ്കിലും അംഗീകരിക്കുമോ? അതുകൊണ്ട് അതാ പറഞ്ഞത്, ഈ BJP കാരന്മാർ എന്താ കാര്യം നോക്കിയാലും കോൺഗ്രസിന്റെ ഒരു പൂടയ്ക്ക് വില ഇതേമാർക്ക് ഘടകകക്ഷിയുടെ ഒരു നേതാക്കന്മാർ ഒരു കൂടെ ഇതൊക്കെ രാജ്യത്ത് പറയുന്ന കാര്യമാണ്. ആ കുറുകക്ഷിയെ തന്നെ എന്തൊക്കെ ചെയ്യുന്നത് ഇവനെയൊക്കെ അന്നേരം വെടി കളയണ്ടേ? എന്നിട്ടാണ് ഇവരുടെ തെമ്മാടി തന്നെ വിളിച്ച് പറഞ്ഞത് BJP കാരന്മാരെ. വ്യക്തമാണ്. മറ്റ് പ്രേക്ഷകർ കൂടി കാത്തു നിൽക്കുന്നതുകൊണ്ടാണ് ACV എന്നൊരു പ്രേക്ഷകൻ പറയുന്നത്, രാഹുൽ ഗാന്ധിയുടെ ചോദ്യം ഇന്ത്യക്കാരനാണോ പാകിസ്ഥാൻകാർക്കാണോ ആനുകൂല്യം ലഭിക്കുക ആ ചോദ്യത്തിൽ നിന്ന് എന്ന ഒരു ചോദ്യം ACV ഉന്നയിക്കുന്നത്. അതൊരു പ്രസക്തമായ ചോദ്യമാണ് ഈ ഘട്ടത്തിൽ. കാരണം ഇത്തരം ചോദ്യങ്ങൾ പലപ്പോഴും പാകിസ്ഥാനിലെ ആളുകൾ എടുത്ത് റീട്വീറ്റ് ചെയ്യുന്നുണ്ട്. രാഹുൽ ഗാന്ധിയുടെ അല്ലെങ്കിൽ കോൺഗ്രസ് ഉന്നയിക്കുന്ന ചില ആരോപണങ്ങൾ അവരതുപോലെ അവിടെ നിന്ന് ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മുടെ രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ അത് അന്ന് നമ്മുടെ സൈനിക നേതൃത്വം പറഞ്ഞത് അത് നമ്മുടെ എതിർവശത്ത് നിൽക്കുന്ന ആൾക്ക് ചിലപ്പോഴൊക്കെ അത് ഗുണം ചെയ്യും. അതുകൊണ്ട് അഡ്വൈസറികൾക്ക് ഗുണം ലഭിക്കുന്ന ആ നീക്കങ്ങൾ നമ്മൾ ഒഴിവാക്കണം എന്ന് അദ്ദേഹം പറഞ്ഞു. ഞാനും അതിനോട് യോജിക്കുകയാണ്. ശശി ബാലകൃഷ്ണൻ പറയുന്നു, ഹിസ് ടൈംലി ക്വസ്റ്റ്യൻസ് ഹെൽപ്സ് പാകിസ്ഥാൻ, ഹി ഷുഡ് ബി മെച്യൂർഡ് എന്ന് എന്നോട് പറയുന്നു. ഓക്കെ. രാമകൃഷ്ണൻ രാജീവ് പറയുന്നു, ദ റീസൺ behind all these problems had arise due to the arrogance as well as the cheap political games played by the Prime Minister. Okay. എന്നാണ് രാമകൃഷ്ണൻ ഹി ഡസൻ നോ ഹൗ ടു ടാക്കിൾ ജിയോ പൊളിറ്റിക്കൽ ഡിപ്ലോമസി ആസ് വെൽ എന്നാണ് പറയുന്നത്. ഞാൻ പക്ഷേ അതങ്ങനെയാണ്. ഇത് രാജ്യം ഒരു കാര്യം ചെയ്തതല്ലേ, ഇതിൽ പ്രധാനമന്ത്രി ഒരു നിലപാടെടുത്തിട്ടുണ്ടാകും. പക്ഷേ ഞാനിത് വിചാരിക്കുന്നത് ഇത് വളരെ പ്രിസൈസ് നോൺ എസ്കലേറ്ററി ആയിട്ടുള്ളൊരു നീക്കം സൈന്യത്തിൻ്റെ ഭാഗത്തു നിന്ന് നടന്നത് ശരിയായ രീതിയിൽ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ. ഏതായാലും ഓരോരുത്തർക്ക് അവരുടേത് അഭിപ്രായം പറയാം. രാമകൃഷ്ണൻ രാജീവ് പറയുന്നത് അതാണ് പൊളിറ്റിക്കൽ ഡിപ്ലോമസി ഇൻ ഇന്ത്യൻ പൊളിറ്റിക്കൽ ലാൻഡ്സ്കേപ്പ് എന്ന് പറയുന്നു. എനിക്ക് അതീവ ഓർമ്മശക്തി ഉണ്ടെന്ന് ഷിജു പറയുന്നു. മനു ഹാവ് എലിഫൻറ്റ്സ് മെമ്മറി എന്നാണ്. ആനയ്ക്ക് വലിയ ഓർമ്മശക്തിയാണെന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു കഥയുണ്ട്. ആനയെ അത് ഞാൻ കുട്ടിക്കാലത്ത് പഠിച്ചാണ്. ആനയെ ഒരു തുന്നക്കാരൻ തേങ്ങ കൊടുക്കുന്നതിന് ഒരു ദിവസം സൂചി കൊണ്ട് കുത്തിയെന്നും പിന്നീട് ആന ആ തുന്നക്കാരൻ വെള്ളം പുഴയിൽ ചെന്ന് കുളിച്ചു മടങ്ങി വരുമ്പോൾ വെള്ളം അയാളുടെ മുഖത്തേക്ക് ചീറ്റിയെന്നുമുള്ള ഒരു കുട്ടിക്കാലത്തെ ഒരു കഥ ഞാൻ ഓർക്കുകയാണ്. അപ്പോൾ ആനയ്ക്ക് ഭയങ്കര ഓർമ്മശക്തിയാണ് എന്ന് പറയുന്നു. അപ്പോൾ അത് ഷിജു കിരിയത്ത് പറയുന്നത് അതുപോലെയാണ് ഞാനും. എനിക്ക് ഓർമ്മശക്തി അത്ര ഉണ്ടെന്നാണ്. സത്യത്തിൽ എനിക്ക് അത്ര ഓർമ്മശക്തി ഇല്ല. പക്ഷേ ആളുകളെയും വ്യക്തികളുടെയും അതൊക്കെ എനിക്ക് നല്ല ഓർമ്മയാണ്. അതാണ്. ഷിഫിന എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. എനിക്ക് എന്തൊരു പൂച്ചക്കുട്ടിയൊക്കെ അയച്ചു തന്നിട്ടുണ്ട്. ഷിഫിന പൂച്ചക്കുട്ടികളെയൊക്കെ ഇഷ്ടപ്പെടുന്ന ആളാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. 2 പൂമ്പാറ്റി അയച്ചു തന്നിട്ടുണ്ട്. ഓക്കെ. ഷിഫിനിക്കും എൻ്റെ പൂച്ചക്കുട്ടികൾ അങ്ങോട്ടേക്ക് സമ്മാനം. ഓക്കെ. ഹെന ഹരിദാസ് പറയുന്നു, ഹീസ് ആൻ ഇന്ത്യൻ നോട്ട് എ പാകിസ്ഥാനി എന്ന് പറയുന്നു. അനിയൻകുട്ടനെ ചിലരൊക്കെ അനുകൂലിക്കുന്നുണ്ട്. ഹെനാൻ പറയുന്നത് സോ ബി വൺ ഓഫ് ദം എന്ന് പറയുന്നു. അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഓക്കെ. ടിമ്മി എന്നോടൊപ്പം ചെയ്തിട്ടുണ്ട്. ലെറ്റ് രാഗ കണ്ടിന്യൂ, ഇറ്റ്സ് ഗുഡ് ഫോർ BJP എന്ന് പറയുന്നുണ്ട്. രാഹുലിന് ഇതുവരെ നേരം വെളുത്തിട്ടില്ല എന്നാണ് സമ്മിയുടെ പ്രതികരണം. ഓക്കെ. അപ്പോൾ ഹരിദാസീന പറയുന്നു, വെരി ഗുഡ്, നൗ ഓൾ ദീസ് ആർ സോ മെനി ഇഡിയറ്റ്സ്. ഓക്കെ. എന്തൊക്കെയോ സപ്പോർട്ടിങ് രാഹുൽ സ്റ്റേറ്റ്മെൻ്റ് എന്നാണ്. ഏതായാലും BJPക്കൊപ്പമാണ്. ഓക്കെ. അങ്ങനെ പ്രതികരണങ്ങൾ വന്നുകൊണ്ടേ ഇരിക്കുന്നു. ഓക്കെ. നമ്മുടെ അടുത്ത പ്രേക്ഷകൻ നമുക്കൊപ്പം ചേരുന്നത് ദാസൻ. ശ്രീ ദാസനാണ്, കണ്ണൂരിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ ദാസൻ. ഹലോ. നമസ്കാരം. നമസ്കാരം മനു. നമസ്കാരം. ഞാൻ പറഞ്ഞേ, ഈ രാഹുൽ ഗാന്ധി എന്റെ അഭിപ്രായത്തില് ഒരു നിഷ്കളങ്കനാണ്. അയാൾക്ക് പറ്റതല്ല ഇന്ത്യൻ രാഷ്ട്രീയം. കാരണം ഇന്നത്തെ ഈ കപട ലോകത്ത് ആ മഹാപാവ ഒരു വെറും സാധു മനുഷ്യനാണ് അയാൾ. ഞങ്ങൾക്ക് പറയാനുള്ള KC വേണുഗോപാലിനെ കൂടിയിട്ട് ഇയാളെ കൊണ്ടുപോയിട്ട് നശിപ്പിക്കാണ്ട് ഈ പാവത്തിന് ദൈവത്തെ ഓർത്ത് വെറുതെ കൊണ്ട് അയാളെ വേറൊരു പാട്ടിന് കൊണ്ട് അയാളെ ഈ രാഷ്ട്രീയത്തിനൊക്കെ പറ്റൂല. കാരണം ഈ ഇന്നത്തെ KC വേണുഗോപാൽ എന്ന് പറഞ്ഞാൽ അങ്ങയുടെ നാട്ടുകാരനാണ്, KC വേണുഗോപാലാണ് കോൺഗ്രസ് നശിപ്പിച്ചത്. ഈ കോൺഗ്രസ് ഈ അവസ്ഥയിലാക്കിയ ആള് KC വേണുഗോപാലാണ്.
അങ്ങനെ നമ്മൾ പറയണം. മൂക്കാണ്ട് പോയിട്ട് അതിന്റെ അനുഭവിക്കുന്ന ആളാണ് ഇത്. കോൺഗ്രസ് ഇനി രക്ഷപ്പെടിക്കില്ല, ഇവരൊക്കെ മാറി നിൽക്കണം. കേരളത്തിൽ വരട്ടെ, അടുത്ത മുഖ്യമന്ത്രി വരട്ടെ. ഈ അഖിലേന്ത്യാ തലത്തിൽ കുറച്ച് പക്വതയുള്ള രാഷ്ട്രീയ നേതാക്കന്മാർ വന്നാൽ മാത്രമേ കോൺഗ്രസ് രക്ഷപ്പെടാമെന്ന് സമയം കഴിയില്ല. ശരി, ഏതായാലും വ്യക്തമാണ് അങ്ങയുടെ അഭിപ്രായം. ഓക്കെ, ഏതായാലും ദീപുവിലേക്ക് ഞാൻ വരാം. 2 വാക്കുകൂടി പറയട്ടെ. ഒന്ന്, BBJ എനിക്ക് ഗുഡ് ഈവനിങ് നൽകിയിട്ടുണ്ട്. അപ്പോൾ BBJക്ക് എൻ്റെ ഗുഡ് ഈവനിങ്. ഷിജു കൃഷി പറയുന്നു, ഐ സി രാഗ ആസ് എ സ്ട്രോങ് ഒപ്പോസിഷൻ ലീഡർ ഇൻ ദ ഫ്യൂച്ചർ ബട്ട് ഇസ് നോട്ട് പൊളിറ്റിക്കലി മെച്യൂർഡ് എറ്റ് എന്നും പറയുന്നുണ്ട്. ഓക്കെ, ശ്രീ ദീപു, ഇത് ഒരു ചിത്രം പുറത്തു വന്നു. IT സെൽ മേധാവിയാണ്, ഉത്തരവാദിത്തപ്പെട്ട ആളാണ് ഒരു ചിത്രം ഇങ്ങനെ പുറത്തിറക്കുന്നത്. അത് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിനെ സംബന്ധിച്ചതാണ്. ഇപ്പോൾ BJP ഒരു ആരോപണം ഉന്നയിക്കുന്നത് കോൺഗ്രസ് ഉപയോഗിക്കുന്ന ഈ കാര്യങ്ങൾ അവിടുത്തെ ആളുകൾ എടുത്ത് ഉപയോഗിക്കുന്നതാണ്. വേണമെങ്കിൽ ഈ ചിത്രവും അതുപോലെ അവിടെ ഉപയോഗിക്കപ്പെടാം. അങ്ങനെ 2 വശത്തു നിന്നും ഒരു വേണ്ടത്ര ഗൗരവമല്ലാത്ത രീതിയിലുള്ള വാദപ്രതിവാദങ്ങളും തർക്കങ്ങളുമാണ് നടക്കുന്നത് എന്ന ആരോപണം ശരിയാണോ? ആദ്യമായിട്ട് മനു, ഈ അമിത് മാളവ്യ ഈ BJPയുടെ IT സെൽ മേധാവിയാണെന്ന് പറഞ്ഞു. IT സെൽ മേധാവിയാണ്. അദ്ദേഹം മന്ത്രിസഭയിൽ അംഗമാണോ? അല്ലല്ലോ. ഹലോ, കേൾക്കുന്നു. മന്ത്രിസഭയിൽ അംഗമല്ലല്ലോ. അല്ല. അദ്ദേഹം വക്താവാണോ? BJPയുടെ വക്താവാണോ? വക്താവാണ്. IT സെൽ മേധാവിയാണ്. ശരി. ഇദ്ദേഹം ഇങ്ങനെ ഒരു പോസ്റ്റർ അദ്ദേഹം പുറത്തിറക്കുമ്പോൾ അത് ഈ BJPയുടെ ഏറ്റവും തിന്മ നിറഞ്ഞ ഭാഗമാണ് അതിനകത്തുനിന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ് സാധാരണക്കാരായ എനിക്ക് പറയാനുള്ളത്. മാത്രമല്ല, ഇത് ന്യൂസ് 18 പങ്കുവെച്ചതിൽ ഞാൻ ന്യൂസ് 18നോട് പ്രതിഷേധം അറിയിക്കട്ടെ. കാരണം ഇങ്ങനെ ഒരു പാകിസ്ഥാന്റെ ഏതോ ഒരു മനുഷ്യൻ, ഏതോ ഒരു നമ്മുടെ ശത്രുവായിട്ടിരിക്കുന്ന ഒരു മനുഷ്യനെ രാഹുൽ ഗാന്ധിയുമായി പകുതി മുഖം മുട്ടിച്ചൊരു ചിത്രം ഉപയോഗിക്കുക എന്നത് അത്യന്തം ഹീനമാണ്. അത് ഏറ്റെടുക്കുന്നതിൽ നിങ്ങളോട് എനിക്ക് പരാതിയുണ്ട് എന്നെന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. നിങ്ങൾക്ക് എന്താ പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല. പക്ഷെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഈ രാഹുൽ ഗാന്ധി എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ അച്ഛനെയും അമ്മൂമ്മയും ഒക്കെ ഈ നാടിന് വേണ്ടി രക്തസാക്ഷിയായതാണ്. അതുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ ഈ പറയുന്ന ദേശ സ്നേഹമൊന്നും ഒരു BJPക്കാരനും അളക്കേണ്ട കാര്യമില്ല. ഒരു RSSകാരനും ഇവിടെ ഒരു സ്വാതന്ത്ര്യ സമരത്തിന്റെ വേലിപ്പരപ്പിൽ പോലും നിന്നിട്ട് ഒരു മുള്ളു കൊണ്ട് പരിചയം പോലും മാർക്കില്ല. അതുകൊണ്ട് അവര് രാഹുൽ ഗാന്ധിയുടെ അളക്കണ്ട. പിന്നെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. യുദ്ധസമാനമായ സാഹചര്യത്തിൽ ഇവിടെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി ഈ പൂർണ്ണമായ പിന്തുണയാണ് പ്രധാനമന്ത്രിക്ക് നൽകിയത്. പ്രധാനമന്ത്രിക്കാണ് റിസ്ക്. അദ്ദേഹം ഏറ്റെടുത്ത റിസ്കിൽ നമ്മൾ അദ്ദേഹത്തോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ടാണ് നമ്മൾ അദ്ദേഹത്തോടൊപ്പം നിന്നത്, ഇല്ലേ? എന്നിട്ട് ഇതിന്റെ കാര്യങ്ങൾ കഴിഞ്ഞ് ഏകദേശം വരുമ്പം ഇദ്ദേഹം ഏതെങ്കിലും ഒരു മീറ്റിംഗിൽ ഇവരുമായിട്ട് സംസാരിക്കാൻ തയ്യാറാവാതെ പ്രതിരോധ മന്ത്രി മറ്റേവര് മറിച്ചവര് ഒക്കെ വെച്ച് ചെയ്തു. പക്ഷെ എന്തുകൊണ്ടാണ് ജനാധിപത്യത്തിൽ ജനിച്ചു വന്ന നേതാക്കളുമായി ഈ രാജ്യത്തെ കാര്യം സംസാരിക്കാൻ BJPയിലെ പ്രധാനമന്ത്രി തയ്യാറാവാത്തത്? അതുമാത്രമല്ല, അദ്ദേഹം നടത്തിയിട്ടുള്ള BJP സർക്കാരുകളുള്ള സംസ്ഥാനങ്ങളുമായിട്ട് മീറ്റിംഗ് വെച്ചിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഈ പറയുന്ന നമ്മുടെ ഇന്ത്യയിലെ എല്ലാവരുമായിട്ട് സംസാരിക്കാത്തത്? അത് സംസാരിക്കാൻ അദ്ദേഹത്തിന് എന്താ കഴിയാത്തത്? ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ വളരെ കോൺഫിഡന്റ് ആയിട്ട് കുറച്ച് നേതാക്കൾ ഓരോ പാർട്ടിയിൽ നിന്നും അവർ റെപ്രസെന്റ് ചെയ്യുന്ന ഓരോ നേതാക്കൾ മാത്രം എത്തി അവർക്ക് ചോദിക്കേണ്ട ചോദ്യങ്ങൾക്ക് ഇത് രഹസ്യമാണ്, പുറത്തുവിടരുത്, നിങ്ങളുടെ പാർട്ടിയെ നിങ്ങൾ നിയന്ത്രിക്കേണ്ടത് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് കൃത്യമായ വിവരങ്ങൾ ഇവർക്ക് ഈ പുറത്തു പറയേണ്ട കാര്യങ്ങൾ മുഴുവൻ അവിടെ പറയാനുള്ള സാഹചര്യം ഉണ്ടാക്കിയില്ല. എന്നിട്ട് പറയാണ് പകുതി ഈ രാഹുൽ ഗാന്ധി അവിടുത്തെ നാഷണൽ അവാർഡ് വാങ്ങിക്കാൻ ഇരിക്കുകയാണെന്ന്. ഉളുപ്പുണ്ടോ ഇവർക്ക്? ഇത്രയും നമ്മൾ ഇവരോടൊപ്പം നിന്നാണ് ചോദിക്കാൻ ചോദ്യങ്ങളില്ലാഞ്ഞിട്ടാണോ? ഈ യുദ്ധ സമയത്തും അതിനു മുമ്പും എങ്ങനെ ഇവർ വന്നു അടക്കമുള്ള ചോദ്യം, ഈ ഭീകരവാദികൾ അവിടെ എത്തി എന്നുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ നമുക്ക് അറിയാൻ വയ്യായിട്ടാണോ? എല്ലാരും പിടിച്ചിരുന്നില്ലേ? എന്നിട്ടും ഈ സർക്കാരിനോടൊപ്പം ചേർന്ന് നിന്നില്ലേ? ചേർന്ന് നിന്നതിന് ഒരു വിലയുടെ കണിക പോലും ഇല്ലാതെയാണ് BJPക്കാര് അമിത് മാളവ്യ ഒരു IT-കാരൻ ഇറങ്ങി ഈ രീതിയിൽ കാണിക്കുക. നമ്മൾ അത് ഏറ്റുപിടിക്കുക. തെറ്റായ കാര്യമാണ്. ഞാൻ പ്രതിഷേധം അറിയിക്കുകയാണ്. ഓക്കെ, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. നമുക്കൊരു 2 യൂട്യൂബ് കമന്റ്സ് കൂടി വരുന്നുണ്ട്. ഇസ്രായേൽ ഡെമോക്രസിയെ ഓർത്ത് അഭിമാനിക്കുന്നു. ഹമാസിനെതിരെ യുദ്ധം തുടങ്ങുമ്പോൾ ഭരിക്കുന്നവരും പ്രതിപക്ഷവും ഒറ്റക്കെട്ടാണെന്ന് പറയുന്നു. മുരളീധരൻ നായർ MN. ജയകുമാർ എന്നോട് ഒപ്പം ചേർന്നിട്ടുണ്ട്. ജയകുമാർ ദീപുവിന് പിന്തുണയൊക്കെ പ്രഖ്യാപിക്കുന്നുണ്ട്. ഓക്കെ, രാജേഷ് UK എന്നോടൊപ്പം ചേർന്നിരിക്കുന്നു. ഒപ്പം രാഹുൽ എന്ന പേരുള്ള ഒരു വ്യക്തി കൂടി എന്നോടൊപ്പം, ഒരു പ്രേക്ഷകൻ കൂടി ചേരുന്നു. അദ്ദേഹം പക്ഷേ രാഹുൽ ഗാന്ധിയോടൊപ്പമല്ല, പേര് രാഹുൽ എന്നാണ്. അപ്പോൾ പറയുന്നത് എൻ്റെ പേര് രാഹുൽ എന്നാണ്, നോർത്ത് ഇന്ത്യയിൽ ജോലി ചെയ്യുന്ന ജോലിയാണ് ഞങ്ങൾ ചെയ്യുന്നത്, രാഹുൽ ഗാന്ധി കാരണം ഇവിടെ തലയിൽ മുണ്ടിട്ട് നടക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ, അങ്ങനെയും പറയാം. ഏതായാലും അങ്ങനെ നിരവധി ആളുകൾ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഞാൻ അതിലേക്കൊക്കെ വരാം. എനിക്കൊരു ചെറിയ ഇടവേള അനിവാര്യമാണ്. ഷോർട്ട് ബ്രേക്ക്.
അജി കണക്കത്ത് എന്നൊരു പ്രേക്ഷകൻ കൂടി എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട് കേട്ടോ. അജി കണക്കത്ത്, പക്ഷേ ഏതായാലും ഞങ്ങൾക്കെതിരെ രൂക്ഷ വിമർശനമാണ്. ഞാൻ അത് ഏതായാലും വായിക്കുന്നില്ല. പക്ഷേ ഏതായാലും എനിക്ക് ഈ രൂക്ഷ വിമർശനം നടത്തുന്ന അജി കണക്കത്തിനോട് പറയാനുള്ളത്, ഇത്രയും രൂക്ഷ വിമർശനം നടത്തിയിട്ടും അങ്ങ് ഞങ്ങളുടെ ചാനൽ ഇങ്ങനെ ഇരുന്ന് കാണുന്നു എന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരമായ കാര്യമാണ്. അപ്പോൾ വിമർശനത്തിന് അങ്ങേയറ്റം നന്ദി, ഒപ്പം ഈ സഹകരണത്തിനും. ഓക്കെ, ശിവജി എന്നോടൊപ്പം ചേർന്നിരിക്കുന്നു. അത് രാഹുൽ ഗാന്ധിയെ വിമർശിക്കുന്നു. അപ്പോൾ രാഹുൽ ഗാന്ധിക്ക് വേണ്ടി ശിവജി നമ്മുടെ ദീപു സംസാരിച്ചു എന്നത് ഇപ്പോൾ പ്രേക്ഷകരൊക്കെ ശ്രദ്ധിച്ചിരിക്കുകയാണ് കേട്ടോ. സാധാരണ രാഹുൽ ഗാന്ധിയും കോൺഗ്രസിനെയും വിമർശിക്കുന്ന ഒരു നിലപാടാണ് ദീപു സ്വീകരിക്കാറ് എന്ന് എല്ലാവർക്കും അറിയാം, നമ്മുടെ പ്രേക്ഷകർക്ക്. അപ്പോൾ മുരളീധരൻ നായർ പറയുന്ന ദീപു ആദ്യമായി രാഹുൽ ഗാന്ധിക്ക് വേണ്ടി സംസാരിക്കുന്നു. അതുകൊണ്ടാണ് കേരളത്തിൽ മഴ പെയ്യുന്നത്. ഏതായാലും പ്രേക്ഷകരുടെ രസകരമായ, ദീപു ഇത് തമാശയായിട്ട് എടുക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പെട്ടെന്ന് മഴ വന്നത് അങ്ങനെ ദീപുവിൻ്റെ നിലപാട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, യെസ്, നമുക്ക് അടുത്ത കോളറിലേക്ക് പോകാം. അജയ് കുമാർ ചങ്ങനാശ്ശേരിയിൽ നിന്ന് എന്നോടൊപ്പം ചേരുന്നു. അക്ഷയ കൂടി എന്നോടൊപ്പം ചേരുന്നു. അക്ഷയ ബാംഗ്ലൂരിൽ നിന്നാണ് വിളിക്കുന്നത് അല്ലേ? അതെ അതെ. നമ്മുടെ പൊതുവേദിക്ക് ധാരാളം പ്രേക്ഷകർ ബാംഗ്ലൂരിലുണ്ട് എന്നറിയുമ്പോൾ സന്തോഷിക്കുകയാണ്. നമ്മുടെ ശ്രീ ജോർജും ജോസഫും ഒക്കെ പൊതുവേദിയുടെ ബാംഗ്ലൂരിലെ പ്രേക്ഷകരാണ്. അതുകൂടാതെ മറ്റൊരു യുവ IT പ്രവർത്തകൻ കൂടി അവിടെ നിന്നുണ്ട്. അപ്പോൾ ഏതായാലും അക്ഷയ നമ്മുടെ പൊതുവേദിയിലേക്ക് എനിക്കൊന്ന് ആദ്യമായിട്ട് വിളിക്കുകയായിരിക്കും അല്ലേ? അതെ അതെ, ആദ്യമായിട്ടാണ് വിളിക്കുന്നത്. ആദ്യമായി ഏതായാലും പൊതുവേദിയിലേക്ക് വരുമ്പോൾ വലിയൊരു സ്വീകരണം ഞങ്ങൾ നൽകാൻ ആഗ്രഹിക്കുകയാണ്. ശ്രീമതി അക്ഷയ, എന്ത് കരുതുന്നു ഈ രാഹുൽ ഗാന്ധിക്കെതിരായി ഇങ്ങനെ വിമർശനം വരുമ്പോൾ അതിനെ ഈ നാട് എങ്ങനെയാണ് നോക്കിക്കാണും എന്ന് കരുതുന്നത്? ഈ കാര്യത്തിൽ ഞാൻ തികച്ചും രാജ്യത്തോടും അതിന്റെ പ്രധാനമന്ത്രിയോടും ഒപ്പം തന്നെ നിൽക്കുന്നു. പക്ഷെ എനിക്ക് അതിന്റെ കൂട്ടത്തിൽ വേറൊരു കാര്യം ചോദിക്കാനുണ്ട്. ഞാൻ ഇതിന്റെ നിങ്ങളുടെ പോസ്റ്റർ കാണാനിടയായി. അതിൽ രാഹുൽ ഗാന്ധിയെയും അസിം മുനീറിനെയും ഒരുമിച്ച് വെച്ചത് കണ്ടു. അപ്പോ അത് കൺവേ ചെയ്യുന്ന ഒരു മെസ്സേജ് രാഹുൽ ഗാന്ധി BJP പറയുന്ന പോലെ ഒരു മീർ ജാഫർ ആണെന്നാണോ? അല്ല, ഞങ്ങളുടെ പോസ്റ്ററല്ല കേട്ടോ, അത് അമിത് മാളവി ഉണ്ടാക്കിയ പോസ്റ്ററാണ്. അദ്ദേഹത്തെ അധിക്ഷേപിക്കുന്ന മറ്റു പോസ്റ്ററുകളും ഞാൻ ദൃശ്യങ്ങൾ കാണിക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധിയെ പരിഹസിച്ചുകൊണ്ട് അപ്പൊ നിങ്ങൾ എടുത്തത്, നമ്മളെടുത്തത് എന്തുകൊണ്ടാണെന്നോ? അതെ, നമ്മളത് ഒരു അക്രമത്തിന്റെ അല്ല അല്ല ഞാൻ ശ്രീ അക്ഷയോട് ഞാൻ അതൊരു കാര്യം പറയാം. എന്താന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു ആളെ ആക്രമിക്കുന്നു, ആക്രമണം ഒരു നല്ല കാര്യമല്ല. പക്ഷേ അതിൻ്റെ ഒരു CCTV ദൃശ്യം കിട്ടിയാൽ അതിൻ്റെ തീവ്രത ജനത്തെ ബോധ്യപ്പെടുത്താൻ പരമാവധി അതിൽ മാസ്ക് ചെയ്യേണ്ടടുത്തൊക്കെ മാസ്ക് ചെയ്ത് എല്ലാ ടെലിവിഷൻ ചാനലുകളും കാണിക്കുന്നത് ജനങ്ങളെ അത് അറിയിക്കുക എന്നുള്ളത്. ഇങ്ങനെ ഒരു ആക്രമണം അദ്ദേഹത്തിനെതിരെ നടക്കുന്നു എന്ന്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു വിമർശനം ഉയരുന്നു എന്നത് പറയാതിരിക്കണോ അക്ഷയ? ഇല്ല, എനിക്ക് ചോദിക്കാനുള്ള വേറൊരു കാര്യം കൂടെയാണ്. അമിത് മാലവിയ BJP അല്ലേ? കേൾക്കുന്നു, പറയൂ. അമിത് മാലവിയ BJP അല്ലേ? അതെ എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിന്റെ പോസ്റ്ററുകളല്ലേ നിങ്ങൾ എടുക്കുന്നത്? അല്ലല്ല, അങ്ങനെയല്ല. അതെ, അദ്ദേഹത്തിന്റെ പോസ്റ്ററുകൾ എടുത്തെന്ന് പറഞ്ഞാൽ അത് ഇതൊരു ചർച്ചാ വിഷയമായതുകൊണ്ട് ആ ദൃശ്യമല്ലേ കാണിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ എനിക്ക് പ്രേക്ഷകരോട് പറയുകയാണ് രാഹുൽ ഗാന്ധി ഇങ്ങനെ അമിത് മാളവിയ ഇന്ന തരത്തിൽ അധിക്ഷേപിച്ചിരിക്കുന്നു എന്ന് പറയാനായിട്ട് അദ്ദേഹം പബ്ലിഷ് ചെയ്ത ആ പോസ്റ്ററല്ലേ എനിക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അത് അക്ഷയെ വേദനിപ്പിച്ചു എന്നതിൽ എനിക്ക് അങ്ങേയറ്റം സങ്കടമുണ്ട്, അത് വേറെ കാര്യം. പക്ഷേ അത് ഇങ്ങനെ ഒരു യാഥാർത്ഥ്യമുണ്ട് എന്നത് ഞങ്ങൾ മറച്ചു പിടിക്കണോ? ഇല്ല, ഞാൻ ഒരു ചോദ്യം കൂടെ ചോദിച്ചിട്ട് നമുക്ക് നിർത്താം. ഒരു ചോദ്യം മനു ഉത്തരം പറഞ്ഞാൽ മതി. ആരാണ് മീർ ജാഫർ എന്ന് മനു ഒന്ന് പറയൂ. മീർ ജാഫർ എന്നത് അവിടെ റോബർട്ട് ക്ലൈവിനെ സഹായിച്ച ഒരു ഇന്ത്യൻ, പിന്നീട് നവാബായ ഒരു ഇന്ത്യക്കാരനാണ്. അന്ന് നമ്മുടെ ബംഗാളിൽ ആദ്യമായി ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ആധിപത്യം ഉറപ്പിക്കാൻ അവിടുത്തെ നവാബിനെ എതിരെ ഒറ്റുകൊടുത്ത മീർ ജാഫർ പിന്നീട് ഇംഗ്ലീഷുകാരുടെ പ്രിയപ്പെട്ട നവാബായി മാറി. എന്താണ് അതിലെന്തെങ്കിലും ചരിത്രപരമായ പശകുണ്ടോ? അങ്ങനെയാണെങ്കിൽ രാഹുൽ ഗാന്ധി ആരെ ഒറ്റുകൊടുത്തു എന്നാണ് ഇവിടെ പറയുന്നത്? അല്ല, അതാണല്ലോ ഞാൻ ചോദിച്ചത്. ഇത് മീർ ജാഫർ ആണെന്ന് പറയുന്നത് ഞാനല്ലെന്ന്. ഇത് അക്ഷയ ധരിക്കുന്നത് ഞാനാണ് മീർ ജാഫർ എന്നാണ് പറഞ്ഞെന്നാണ്. ഇല്ല, എനിക്ക് തോന്നിയത് പറഞ്ഞു എന്നേ ഉള്ളൂ. ആ ഒരു പോസ്റ്റർ കണ്ടപ്പോ എനിക്കിത് ചോദിക്കാൻ അത് ശ്രീ അക്ഷയെ വല്ലാതെ വിഷമിപ്പിച്ചു എന്ന് എനിക്ക് അറിയാം. അതിൽ ഞാൻ പിന്നെ എനിക്കത് അങ്ങയുടെ ആ മനസ്സെനിക്ക് മനസ്സിലായി. പക്ഷേ ഞാനല്ല ബംഗാൾ ആർമി നേതൃത്വം നൽകിയ സിറാജുൽ ദൗളയെ ഒറ്റുകൊടുത്ത മീർ ജാഫർ രാഹുൽ ഗാന്ധിയാണെന്ന് പറഞ്ഞത് ഞാനല്ല. അത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ എതിരാളികളായ BJPക്കാരാണ്. മീർ ജാഫർ എന്നത് ഈ സിറാജുൽ ദൗളയെ ഒറ്റുകൊടുക്കാൻ വേണ്ടി നിന്നിട്ടുള്ള അവിടുത്തെ ഈ സിറാജുൽ ദൗളയുടെ പടനായകൻ കൂടിയാണ്. അപ്പം അങ്ങനെ ഒരാളെ ഒറ്റുകൊടുത്ത് ആണ്
ഇയാൾ ഈ നവാബിൻ്റെ സ്ഥാനത്തെത്തുന്നത്. അപ്പോൾ അതേപോലെയുള്ള നീക്കം നടത്തുന്നു എന്നാണ് ആക്ഷേപം. ഇത് എൻ്റെ ആക്ഷേപമല്ല, ഇത് BJPയുടെ ആക്ഷേപമാണ്. അതിന് മറുപടി പറയേണ്ടത് സത്യത്തിൽ അക്ഷയെ പോലുള്ള അതിനെ ആ നിലപാടിനെ വിമർശിക്കുന്ന ആളുകളാണ്. അതുകൊണ്ടാണ് നമ്മൾ പൊതുവേദി നടത്തുന്നത്. ഞാൻ അങ്ങ് പറയുന്നതെല്ലാം കേൾക്കാൻ തയ്യാറായി നിൽക്കുകയല്ലേ? അതെ അതെ. പക്ഷെ എന്തിനാണ് നിങ്ങൾ BJPയുടെ നെറേറ്റീവ് ഇങ്ങനെ ഏറ്റു പറയുന്നത്? അല്ല, നമുക്ക് ശ്രീ അക്ഷയ, അത് എനിക്ക് തോന്നുന്നു അക്ഷയ്ക്ക് ഈ മാധ്യമ പ്രവർത്തനത്തെക്കുറിച്ചുള്ള ചില ബാലപാഠങ്ങൾ കൂടി എനിക്ക് പങ്കുവെക്കേണ്ടി വരികയാണ്. നമുക്ക് ഇപ്പോൾ മുഖ്യമന്ത്രി പറയുകയാണ് പ്രധാനമന്ത്രിയുടെ നീക്കം ശരിയല്ല, അപ്പോൾ എന്തിനാണ് ഞാൻ CPMൻ്റെ നെറേറ്റീവ് പങ്കുവെക്കുന്നത് എന്ന് പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ ഇവിടുത്തെ പ്രതിപക്ഷ നേതാവ് പറയുകയാണ് മുഖ്യമന്ത്രിയുടെ അഴിമതി കഥ അങ്ങനെയാണ്, അഴിമതി ചെയ്തു, അപ്പോൾ എന്തിനാണ് കോൺഗ്രസ് നെറേറ്റീവ് പങ്കുവെക്കുന്നത് എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. അത് പ്രതിപക്ഷ നേതാവാണ്, ഉത്തരവാദിത്തപ്പെട്ട ഒരു പദവിയിലിരിക്കുന്ന ഒരാളാണ്. അദ്ദേഹം ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അത് വാർത്തയാണ്. അതിന് മുഖ്യമന്ത്രി ഒരു മറുപടി പറയും അതല്ല വസ്തുത, ഇതാണെന്ന്, അതും കൊടുക്കും. ഇത് രണ്ടും കേട്ടാണ് ജനങ്ങളാണ്, പ്രേക്ഷകനാണ് തീരുമാനിക്കേണ്ടത് ഇതിൽ ഏത് സ്വീകരിക്കണമെന്ന്. അല്ലാതെ ഞങ്ങൾ എല്ലാം മറച്ചു വെച്ചാൽ പിന്നെ അതിൻ്റെ പേര് മാധ്യമമെന്നല്ല. പരമാവധി ആളുകളിലേക്ക് എത്തിക്കേണ്ട കാര്യങ്ങൾ എത്തിക്കുക. തീരുമാനമെടുക്കേണ്ടത് അപ്പോഴും സ്വാതന്ത്ര്യം ജനങ്ങൾക്ക് തന്നെ. അവരതിലെന്താണ് മനസ്സിലാക്കുന്നത് എന്ന് ഉൾക്കൊണ്ടുകൊണ്ട് അവർക്ക് ആ നിലപാട് സ്വീകരിക്കാം. ചിലർ രാഹുൽ ഗാന്ധി അനുകൂലിക്കുന്നവരുണ്ടാകാം, ചിലർ നരേന്ദ്രമോദി അനുകൂലിക്കുന്നവരുണ്ടാകാം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ രാജ്യത്തിൻ്റെ നിയമവും രാജ്യത്തിൻ്റെ പൊതു നിലപാടുകൾ എന്ത് അതിനോടൊപ്പം പോകാൻ ആഗ്രഹിക്കുന്നവരാണ്. അതിനപ്പുറത്തേക്ക് ഞങ്ങൾക്ക് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയോട് വ്യക്തമായ ഒരു അടുപ്പമോ സ്നേഹമോ ഒന്നുമില്ല. എല്ലാവരോടും തുല്യ ദൂരം. അതാണ് അതിൻ്റെ കഥ. അതെ മനു, ഞാനൊരു മാധ്യമ പ്രവർത്തകയൊന്നുമല്ല. അത് കാരണം കൊണ്ട് ബാലപാഠങ്ങൾ പറഞ്ഞതിന് നന്ദിയുണ്ട്. പക്ഷെ അങ്ങനെയെങ്കിൽ രാഹുൽ ഗാന്ധി കുറെ ചോദ്യങ്ങൾ ചോദിക്കുന്നില്ലേ, അത് വെച്ചൊരു പോസ്റ്റർ ചെയ്തൂടെ മനു? അതും ചെയ്തിട്ടുണ്ട്. രാഹുൽ ഗാന്ധി ചോദിക്കുന്ന പോസ്റ്ററുകൾ നമ്മൾ എത്രയോ ദിവസം ചർച്ച ചെയ്തിട്ടുണ്ട്. ശ്രീ അക്ഷയ ഒരു ദിവസം എല്ലാ ദിവസവും പൊതുവേദി സ്ഥിരമായി കാണുകയാണെങ്കിൽ നമുക്ക് അത് എല്ലാ ദിവസവും വിശദമായി ചർച്ച ചെയ്യാം. രാഹുൽ ഗാന്ധി എന്ത് അഭിപ്രായം, രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ച ആശയങ്ങളെപ്പറ്റി ഒരു 100,000 ചർച്ചകൾ നടത്തിയ അതുകൂടിയാണ് പൊതുവേദി. എനിക്ക് സമയം അതിക്രമിച്ചുകൊണ്ടാണ്, ഏതായാലും താങ്കൾ അവസാനത്താണ് വിളിച്ചത്. നാളെ വിളിക്കും, നമുക്ക് സംസാരിക്കാം. ഞങ്ങൾ എല്ലാ ദിവസവും ഇവിടെ ഈ 4 മണി തൊട്ട് 5 മണി വരെ പൊതുവേദിയുമായി പ്രേക്ഷകരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ അല്ലെങ്കിൽ അതിന് കേൾക്കാനും അതിന് മറുപടി പറയാനും ഉണ്ട്. സുതാര്യമാണ്, യാതൊരു തരത്തിലുള്ള തെറ്റിദ്ധാരണയും ഈ കാര്യത്തിൽ ഇല്ല. ഓക്കെ, ഏതായാലും ബാംഗ്ലൂരിൽ നിന്ന് വിളിച്ചു, അഭിപ്രായം പങ്കുവച്ചതിൽ സന്തോഷം. അവിടുത്തെ എല്ലാ മലയാളികൾക്കും എൻ്റെ ആശംസകൾ അറിയിക്കുകയാണ്, ഒപ്പം അക്ഷയ്ക്കും അവരുടെ കുടുംബത്തിനും. അപ്പോൾ ഈ വിഷയം ഞങ്ങൾ യൂട്യൂബിലും പ്രേക്ഷകർക്ക് മുന്നിൽ ചർച്ച ചെയ്തു. ഈ രാഹുൽ ഗാന്ധിക്കെതിരെയുള്ള വിമർശനം വ്യക്തിഹത്യയാണോ എന്നായിരുന്നു ചോദ്യം. അപ്പോൾ അതിൽ 38% ആളുകൾ ഇത് വ്യക്തിഹത്യയാണെന്ന് പറഞ്ഞു. പക്ഷേ 62% ആളുകൾ വ്യക്തിഹത്യയല്ല എന്ന നിലപാടിലേക്ക് വരുന്നു. ഇന്നത്തെ പൊതുവേദി ഇവിടെ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.